നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയും ജപ്പാനും ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിക്ഷേപിച്ച് നേട്ടം കൊയ്യാൻ ജപ്പാൻ കമ്പനികൾക്ക് ക്ഷണം. AI മേഖലയിലേക്ക് ചുവടുവെച്ച് റിലയൻസ്. ഗൂഗിളുമായി സഹകരിച്ചുള്ള റിലയൻസ് ഇന്റലിജൻസ് പ്രഖ്യാപിച്ച് മുകേഷ് അംബാനി. ഇൻഫോകോമിന്റെ IPO അടുത്ത വർഷം. ഇന്ത്യയുടെ GDP 7% വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. വളർച്ചയെ നയിക്കുക കാർഷിക സേവന മേഖലയെന്ന് റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ അന്തിമഘട്ടത്തിലെന്ന് പീയൂഷ് ഗോയൽ. ഒമാനുമായുള്ള കരാറിന് ഉടൻ അന്തിമ രൂപം നൽകും. താരിഫ് ഭീഷണിക്കിടെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായുള്ള സുസ്ഥിര ബന്ധമെന്ന് ചൈന. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 270 പോയിന്റ് ഇടിഞ്ഞ് 79,809-ലും നിഫ്റ്റി 74 പോയിന്റ് ഇടിഞ്ഞ് 24,426-ലും ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓഹരികളിൽ ശ്രീറാം ഫിനാൻസ്, ITC, ഭാരത് ഇലക്ട്രോണിക്സ്, ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ് എന്നിവ നേട്ടമുണ്ടാക്കി. അതേസമയം F&M, ഇൻഫോസിസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, അദാനി എന്റർപ്രൈസസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടറൽ സൂചികകളിൽ മെറ്റൽ, IT, റിയാലിറ്റി, ഓട്ടോ സൂചിക 0.5 മുതൽ 1% വരെ ഇടിഞ്ഞു. അതേസമയം ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ, FMCG സൂചിക 0.2% മുതൽ 1% വരെ ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 0.41%, സ്മോൾ ക്യാപ് സൂചിക 0.29% ഇടിഞ്ഞു. ഇന്ത്യയും ജപ്പാനും ഒരുമിച്ച് നിൽക്കണമെന്നും അതിന്റെ ഫലം നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവമായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിക്ഷേപിച്ച് നേട്ടം കൊയ്യാൻ ജപ്പാൻ കമ്പനികൾക്ക് ക്ഷണം. ജപ്പാനുമായി AI സെമി കണ്ടക്ടർ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്, ബഹിരാകാശ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കും. സാമ്പത്തിക നിക്ഷേപ ബന്ധം ദൃഢമാക്കും. ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തിന് ഇന്ത്യക്കും ജപ്പാനും നേതൃത്വം നൽകാൻ കഴിയുമെന്നാണ് ജപ്പാനിൽ നടന്ന സാമ്പത്തിക ഫോറത്തിൽ മോദി വ്യക്തമാക്കിയത്. മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ജപ്പാനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപമിറക്കാം. നിക്ഷേപിച്ചാൽ ഇരട്ടി നേട്ടവുമായി മടങ്ങാനുള്ള അവസരമാണ് രാജ്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ജപ്പാനീസ് പ്രധാനമന്ത്രി ഇഷിബയുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വാർഷിക ഉച്ചകോടിയാണിത്. വ്യാപാരം, നിക്ഷേപം, ക്ലീൻ എനർജി, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതികവിദ്യാ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. ടോക്കിയോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ത്യയിലെ ജപ്പാൻ അംബാസഡർ ഒനോ കെയ്ചി, ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡർ സിബി ജോർജ്, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. മോദിയുടെ 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനം $68 ബില്യൺ നിക്ഷേപം നേടിയെടുത്തേക്കുമെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ GDP 7% വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. വളർച്ചയെ നയിക്കുക കാർഷിക സേവന മേഖലയെന്ന് റിപ്പോർട്ട്. ധനക്കമ്മി കുറച്ചതും സർക്കാരിന്റെ മൂലധന വിനിയോഗം ഉയർന്നതുമാണ് ആദ്യപാദത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനമാവുന്നത്. 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിലെ GDP വളർച്ച 6.5% അതായത് വാർഷികാടിസ്ഥാനത്തിൽ GDPയിൽ മുന്നേറ്റമാണ് ഇത്തവണ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവചിക്കുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം അളക്കുന്ന സാമ്പത്തിക സൂചകമാണ് GVA. കാർഷിക മേഖലയിൽ GVA 6% വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. മുൻപാദത്തിലെ 5.4% നിന്നുള്ള ഉയർച്ചയാണിത്. പൊതുഭരണം 10.2%, ധനകാര്യ സേവനങ്ങൾ 8.8% എന്നിവ നയിക്കുന്ന സേവന മേഖലയുടെ GVA 7.8% റിപ്പോർട്ട് വ്യക്തമാക്കി. അതേസമയം വളർച്ചാ വെല്ലുവിളി നേരിടുക വ്യവസായ മേഖലയാണ്. 2025 4ാം പാദത്തിൽ വ്യവസായ മേഖല 6.5% വളർച്ച കൈവരിച്ചിരുന്നു. അത് 4.5% കുറയുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. കൂടാതെ US താരിഫ് ആഘാതം മൂലമുണ്ടാവുന്ന നഷ്ടസാധ്യതകളും നിക്ഷേപം വീണ്ടെടുക്കാൻ വൈകുന്നതും കാരണം 2ാം പാദം മുതൽ വളർച്ച 6% താഴെയാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫ് രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ അന്തിമഘട്ടത്തിലേക്കെന്ന് പീയൂഷ് ഗോയൽ.
ഒമാനുമായുള്ള കരാറിന് ഉടൻ അന്തിമരൂപം നൽകും. ഖത്തറും സൗദിയും കരാറിലേക്ക് നീങ്ങുന്നുവെന്നും മന്ത്രി. ഖത്തറുമായി 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. കരാറിന് സൗദിയും താൽപര്യപത്രം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ നിന്ന് ഇന്ത്യൻ കയറ്റുമതി മേഖലയെ രക്ഷിക്കാൻ മന്ത്രാലയ ശ്രമം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് വരുന്നതെന്നാണ് ശ്രദ്ധേയമാണ്. യുഎസിന് പകരം ഇന്ത്യ കാണുന്ന പ്രധാന കയറ്റുമതി മേഖല ഗൾഫാണ്. നിലവിൽ ഏകദേശം $14 ബില്യൺ ഇന്ത്യ ഖത്തർ വ്യാപാരത്തിന്റെ മൂല്യം. 5 വർഷം കൊണ്ട് ഇത് 25 ബില്യണിലേക്ക് എത്തിക്കുകയെന്നാണ് ലക്ഷ്യം. യൂറോപ്യൻ യൂണിയനുമായുള്ള FTA ചർച്ചകളിലെ പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം, സ്മാർട്ട് സിറ്റി, AI, മെഷീൻ ലേണിംഗ് തുടങ്ങിയ വിവിധ മേഖലയിലെ സഹകരണവും ഗൾഫ് യൂറോപ്പ് രാജ്യങ്ങളുമായി ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അറബിക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നു. ഇനി ഇരു രാജ്യങ്ങളെയും ക്യാബിനറ്റുകൾ കൂടി അംഗീകരിക്കുന്നതോടെ കരാർ യാഥാർത്ഥ്യമാകും. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ 3ാമത്തെ വലിയ കയറ്റുമതി വിപണിയാണ് ഒമാൻ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താരിഫ് ഭീഷണിക്കിടെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഷാങ്ഹായി സഹകരണ ഉച്ചകോടി. മോദി ഞായറാഴ്ച ചൈനയിലെത്തും. ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായുള്ള സുസ്ഥിര ബന്ധമെന്ന് ചൈന. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് ചൈന ശ്രമിക്കുന്നതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. മോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബന്ധം സുസ്ഥിരമാകും. ഇരു രാജ്യങ്ങളും ഒരുമിച്ചു നിൽക്കേണ്ടതിന്റെയും പരസ്പര സഹകരണത്തിന്റെയും ആവശ്യകത ചൈന അടുത്ത കാലത്തായി എടുത്തു പറയുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന്റെയും ആവശ്യം ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക, തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, സാമ്പത്തിക സാങ്കേതിക സഹകരണം, പ്രാദേശിക സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുക എന്നിവയും സന്ദർശന അജണ്ടയാണെന്ന് പ്രധാനമന്ത്രി മോദിയും പറഞ്ഞിരുന്നു. ഞായറാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ഇന്ത്യ, റഷ്യ, ചൈന സഖ്യം അമേരിക്കയ്ക്കെതിരെ ശക്തമായി ഉയർന്നു വരുമോ എന്ന് സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നതിനിടയിലാണ് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നത്. പ്രധാനമന്ത്രി മോദിക്ക് പുറമെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI മേഖലയിലേക്ക് ചുവടുവെച്ച് റിലയൻസ്. ഗൂഗിളുമായി സഹകരിച്ചുള്ള റിലയൻസ് ഇന്റലിജൻസ് പ്രഖ്യാപിച്ച് മുകേഷ് അംബാനി. ജിയോ ഇൻഫോകോമിന്റെ IPO അടുത്ത വർഷം ആദ്യ പകുതിയിൽ നടക്കും. റിലയൻസിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് റിലയൻസ് ഇന്റലിജൻസ് എന്ന് അംബാനി വ്യക്തമാക്കി. രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അടിത്തറ ഒരുക്കുക, ആഗോള പങ്കാളിത്തങ്ങൾ സൃഷ്ടിക്കുക, ഉപഭോക്താക്കൾക്കും സംരംഭങ്ങൾക്കും AI സേവനങ്ങൾ നൽകുക എന്നിവയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഈ സംരംഭത്തിലൂടെ AI രംഗത്ത് ദേശീയ വളർച്ചയും ആഗോള മത്സരക്ഷമതയും ഉറപ്പാക്കുമെന്നും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അതേസമയം റിലയൻസ് ജിയോയുടെ IPO നിക്ഷേപകർക്ക് വലിയ അവസരമാകുമെന്നും മുകേഷ് അംബാനി വ്യക്തമാക്കി. ജിയോയുടെ ഉപഭോക്താക്കളുടെ എണ്ണം 50 കോടി കവിഞ്ഞു. US, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ കൂടുതലാണിതെന്നും മുകേഷ് അംബാനി അഭിപ്രായപ്പെട്ടു. റിലയൻസ് ജിയോയുടെ IPOയിലൂടെ 52,200 കോടി രൂപയെങ്കിലും റിലയൻസ് സമാഹരിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. 8 സ്റ്റാർട്ടപ്പുകളുമായി വിപണന സഹകരണത്തിന് കൈകോർത്ത് KSIEയും ബനാറസ് സർവകലാശാലയിലെ അടൽ ഇൻക്യുബേഷൻ സെന്ററും. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി P. രാജീവിന്റെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. AICയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മികച്ച 8 സ്റ്റാർട്ടപ്പുകളുടെ ദക്ഷിണേന്ത്യയിലെ വിപണന പ്രവർത്തനങ്ങൾക്കായാണ് സഹകരണം. ഡീപ് ടെക്, IoT, മെഡിക്കൽ, ഡാറ്റ അനലിറ്റിക്സ്, മാനുഫാക്ചറിംഗ് മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സുസ്ഥിര വികസനത്തിന് സഹായിക്കുന്നതിലും ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ അടൽ ഇൻക്യുബേഷൻ സെന്റർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ 160-ലധികം സ്റ്റാർട്ടപ്പുകളാണ് ഇവിടെയുള്ളത്. പുരോഗമനപരമായ വളർച്ചയ്ക്കും സെന്റർ വിഭവവിനിയോഗത്തിനുമായി ഇന്ത്യയിലും UAEയിലും 30-ലധികം ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. രാജ്യത്തെ സർക്കാർ സർവകലാശാലകളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻക്യുബേഷൻ സെന്ററുകളിൽ ഒന്നാണിത്. 1973 മുതൽ വ്യവസായ വാണിജ്യ വകുപ്പിന് കീഴിലുള്ള കമ്പനിയാണ് KSIC. പൊതുമേഖലയിലെ പ്രവർത്തനരഹിതമായ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രവർത്തനമാരംഭിച്ച 20 വർഷത്തിനുള്ളിൽ തന്നെ 1993 KSIE തങ്ങളുടെ ഉപസ്ഥാപനങ്ങളെ സ്വതന്ത്ര സ്ഥാപനങ്ങളാക്കി മാറ്റിയിരുന്നു. നിലവിൽ കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലെ കാർഗോ പ്രവർത്തനങ്ങൾ, കോഴിക്കോട്ടെ കേരള സോപ്സ്, കളമശ്ശേരിയിലെ കൊച്ചിൻ ഇന്റർനാഷണൽ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ എന്നിവയാണ് KSIEയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ. ഇതിനു പുറമെ തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിലെ ബിസിനസ് സെന്ററുകൾ വഴി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുകയും തലസ്ഥാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മൈഫിൻ TV, തിരുവനന്തപുരം.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 65 രൂപയും പവന് 520 രൂപയുമാണ് കൂടിയത്. സ്വർണം ഗ്രാമിന് 9,470 രൂപയും പവന് 75,760 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 55 രൂപ ഉയർന്ന് 7,775 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിലും വർധനയുണ്ട്. ഗ്രാമിന് 1 രൂപ ഉയർന്ന് 127 രൂപയിലാണ് വ്യാപാരം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.